നമ്മൾ മാർച്ച് 23 പള്ളം ഫിഷ് മാർക്കറ്റിൽ വന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു കാഴ്ച ഉണ്ട്. എല്ലാം നെത്തോലി വലയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കച്ചാവല എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പോൾ കാണുന്ന സ്ഥലങ്ങളെല്ലാം അതാ ഈ കാണുന്നത് പോലെ നെത്തോലി വലയിൽ നെത്തോലി മീനൊക്കെ കുടഞ്ഞു മാറ്റുന്ന ഒരു കാഴ്ചയാണ്. ഇവരുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഒരു 9 മണിക്ക് മുൻപ്, രാവിലെ ഒരു 9 മണിക്ക് മുൻപ് തന്നെ ഇവിടെ ഈ നെത്തോലിയൊക്കെ കുടഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റേറ്റ് കിട്ടും. കാരണം എന്താണെന്ന് പറയാൻ പള്ളം ഫിഷ് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ടൈം വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാക്സിമം ഒരു 10 മണിക്ക് മുമ്പേ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കച്ചവടത്തിനൊക്കെ മീൻ വാങ്ങാവുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ കരമടി വലിച്ചു കയറ്റിയതിന് ശേഷം അവരുടെ ആ ഏറ്റുന്ന സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. തട്ട് മടി ഇതൊക്കെ അവർ ക്ലിയർ ചെയ്ത് വെച്ച് ഇനി നാളെ പണിക്ക് പോകാനായിട്ടുള്ള ആ ഒരു രീതിക്ക് ചെയ്ത് വയ്ക്കുന്നതാണ് കേട്ടോ. നെത്തോലി വലയുടെ വിശേഷം ഞാൻ പറയേണ്ട ആവശ്യമില്ല. നെത്തോലിയുമായിട്ട് വള്ളം കരയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ 4-5 ആൾക്കാർ ഇതിനെ പുറത്തൂടെ മൂടി കേട്ടോ, തലയുടെ ആ സൈഡിൽ കൂടെ മൂടി വെച്ചിട്ടാണ് 2-3 ആൾക്കാർ കുടഞ്ഞ് നെത്തോലി മീനെ മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നെത്തോലി മീൻ ഇങ്ങനെ ഈ വലയിൽ കയറുന്ന അതായത് കച്ചാവലയിൽ കയറുന്ന നെത്തോലി മീനിന് തല കാണത്തില്ല കേട്ടോ. തല കാണത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല ഒടുങ്ങിയിട്ടാണ് ഈ മീൻ അതിൽ കുടുങ്ങുന്നത്. അപ്പോൾ അതൊന്നും ഇവർ കുടഞ്ഞു മാറ്റിക്കഴിഞ്ഞാൽ തല കാണത്തില്ല, തല വേറെ ദൂരെയായിട്ട് മാറിപ്പോകും കേട്ടോ. ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാമേ. ഈ സൈഡിലും കരമടി വലിക്കുന്നുണ്ട് എന്താ. അപ്പോൾ കരമടി കയറുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും മീനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഏകദേശം കരമടി അടുത്തെത്താറായിട്ടുണ്ട് എന്താ. ആ ഒരു ബൗണ്ടറി ലൈന് പോലെ ആ പ്ലോട്ടും കാര്യങ്ങളൊക്കെ പൊങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരാൾ അവിടെ കിടപ്പുണ്ട്. അതായത് നമ്മുടെ ഈ കോയ പിടിച്ച് കിടക്കുന്നതെന്ന് പറയും കേട്ടോ, നമ്മുടെ കടപ്പുറ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും നമുക്ക് നെത്തോലി മീൻ്റെ ആ ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്കാമേ. ഈ കാണുന്ന തലയൊക്കെ കണ്ട നെത്തോലി മീൻ്റെ തലയൊക്കെ ദൂരോട്ട് മാറി കിടക്കുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർ കണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് എടുക്കുന്ന ഈ കുടഞ്ഞെടുക്കുന്ന നെത്തോലിയിൽ കൂടുതലായിട്ട് തല കാണത്തില്ല കേട്ടോ. ഇതൊരു തലയൊക്കെ കുടഞ്ഞ് മാറ്റിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നെത്തോലി മീനൊക്കെ ഒരു ഒതുക്കിയെടുക്കുന്ന ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്കണം നമ്മുടെ കൂട്ടുകാർ. അത് ഈ തലയില്ലാത്തത് അത് കാണിച്ചു കൊടുക്കുന്നത്. ഇത് കുടഞ്ഞു മാറ്റി കഴിഞ്ഞാൽ ഇതിൽ തല കാണൂലല്ലേ. അത് നമ്മള് കടപ്പുറത്തുകാരല്ലേ, നമ്മള് ജോലി ചെയ്യുന്നില്ലേ, വേറെ എന്ത് ചെയ്യുന്നു നമ്മള്. പിന്നെ നമ്മുടെ കഷ്ടപ്പാടൊക്കെ അവര് അറിയണം. ഏത് കരമടിയില്ല. ഇത് നേരത്തെ കുട്ടയ്ക്ക് എത്ര രൂപ ചേട്ടാ? 2000 വരെ പോയല്ലേ. സന്തോഷം ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവർ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, കുടഞ്ഞ് മാറ്റുന്നതിനനുസരിച്ചിട്ടാണ്. ഒരു 3/4 കുട്ട 1/2 കുട്ട അങ്ങനെ ഇതാണ് അവിടെ ലേലത്തിൽ കൊണ്ട് കൊടുക്കുന്നത്. ഏതായാലും അത്യാവശ്യം കച്ചവടക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ കൂടെയാണ് നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഞങ്ങൾ വരിക. ഞാൻ നേരത്തേക്ക് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പള്ളം ഫിഷ് മാർക്കറ്റിനെ പറ്റി. ഇവർ ഏതായാലും പറയുന്നത് പോലെ ഒരു രാവിലെ 5 മണി 6 മണി സമയമായിരിക്കും ഈ നെത്തോലി വലയുമായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ശേഷം ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് ഒരു തിരികെ വരുമേ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നെത്തോലി മീൻ, അതുപോലെ മറ്റു മീനുകളുണ്ട്. വള്ളത്തിൽ വരുന്ന ഫ്രഷ് മീനുകൾ വാങ്ങാം, അതുപോലെ വണ്ടിയിലുള്ള മീനൊക്കെ വാങ്ങാം. ഈ കാണുന്ന വണ്ടിയൊക്കെ കണ്ടോ, ഇതെല്ലാം വെളിയിൽ നിന്നൊക്കെ മീനുമായിട്ട് വരുന്ന വണ്ടികളാണ് കേട്ടോ. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ബൈ ബൈ.